ഹലോ ഗൈസ്, ഇന്ന് 5 കിലോമീറ്റർ നമ്മൾ പോകുന്ന 5 കിലോ നമ്മള് പിന്നെ 5 കിലോമീറ്റർ നമ്മള് ലക്ഷ്യം 5 കിലോമീറ്റർ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആരൊക്കെ പൂർത്തീകരിക്കുന്നു അവരൊക്കെ വിജയികളാണ്. ഈ വിജയിക്കുന്ന എല്ലാ ആളുകൾക്കും സമ്മാനം, എന്ന് വെച്ചാൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും സമ്മാനം നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ഫിനിഷ് ചെയ്യാം, പങ്കെടുക്കുക. ഈ ചലഞ്ചിൽ ഒരു മത്സരം കണക്കൂട്ടിക്കാണ്ട് മുന്നിലെത്തിക്കാണ്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട. പിന്നെ അതിൽ വെള്ളമുണ്ട്, നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അതിലുണ്ടാവും. ഓക്കെ ഓക്കെ, ലെറ്റ് us start. ഹലോ ഗൈസ്, ഇത് ഒരു 35 ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഹലോ ഉണ്ടോ? നല്ല ആളുകളുണ്ട് കേട്ടോ. 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 20, 40 ആളുകളുണ്ട് കേട്ടോ. 5 കിലോമീറ്റർ ഫൺ റൺ നടത്താനില്ല. 35 വയസ്സിന് പ്രായമില്ല എല്ലാ ആൾക്കാരും പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫൺ റണ്ണാണ് നമ്മൾ പ്രാവശ്യം ഇതിൽ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ 35 വയസ്സില്ല ആർക്കും ഇതിൽ പങ്കെടുക്കാം. ഈ ഫൺ റൺ എന്ന് പറയുമ്പോൾ അതിന് പിന്നെ സമ്മാനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊരു ചലഞ്ചായിട്ടാണ് ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ഫിനിഷ് ചെയ്യുന്ന എല്ലാ ആളുകളും വിജയികളാണ്. അതാണ് നമ്മൾ ഫൺ റൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹലോ ഗൈസ്, ഇത് നമ്മുടെ സെക്രട്ടറിയാണ് മോർണിംഗ് വാക്കിൻ്റെ. പിന്നെ സെക്രട്ടറിയോടുള്ള വോയിസ് ചില സാങ്കേതിക കാരണങ്ങളാൽ പിന്നെ നഷ്ടപ്പെട്ടു പോയി. ഐ ആം വെരി സോറി. ഓട്ടക്കാരനാണ്. പിന്നെ ഇതിങ്ങനെ 1000 വലിയൊരു ഓട്ടക്കാരൻ്റെ പോണ് ഇഷ്ടം പോലെ ഓടുന്ന ആളാണ് ഇയാൾ. നമ്മൾ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടുതലുള്ള ആളാണ്. നിങ്ങൾക്ക് എന്താ ഇതിനെ കുറിച്ച് പറയാല്ലേ? എന്നും കുറേശ്ശെങ്കിലും ഓടിയാൽ നമുക്ക് ചെയ്യാൻ കഴിയൂല എന്ന് കരുതണമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. കൂടുതലൊന്നും ഓടലൊന്നുമില്ല. കുറേശ്ശെ ഇങ്ങനെ പരിശീലിച്ച് വന്നപ്പോൾ എനിക്ക് വിഷയമല്ല. അത് 5 ഒരു 10 വരെ വേണമെങ്കിൽ എനിക്ക് ഓടാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രായമൊന്നും ഇതിന് ഒരു ബാധകല്ല, മനസ്സിലായോ? അതാണ് ഇതിന്റെ പ്രത്യേകത. പ്രായത്തില പറഞ്ഞാണ് 67 വയസ്സ്. എന്താ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാല്ലേ? അല്ലേ? അപ്പൊ പ്രായം ഇതിന് പ്രശ്നമില്ല അല്ലല്ലോ. സ്ഥിരമായ വ്യായാമം ആണല്ലേ? ഓക്കെ, വള്ളിയാ. എന്താ ഇതിനെ കുറിച്ച് പറയാല്ലേ? ഇവര് ഗുണ്ടന്മാരാട്ടോ, ചെറുപ്രായക്കാരാണ് ഇവര്. ഞാനും ഒക്കെ ഏകദേശം ഒപ്പല്ല ആൾക്കാരാണ്. എന്താ ഇതിനെ പറയാല്ലേ? മോർണിംഗ് വാക്കേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വയസ്സല്ല, പ്രത്യേകിച്ച് യുവത്വമാണ്. വയസ്സായില്ല എന്ന് നമുക്ക് എപ്പോഴും നമ്മുടെ ശരീരം പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവ് കിട്ടണമെങ്കിൽ രാവിലെയുള്ള ഈ ഓട്ടവും ജോഗിങ്ങും അതുപോലെ തന്നെ എക്സസൈസും ഒക്കെ അതുപോലെ തന്നെ ജിമ്മും ഒക്കെ നമുക്ക് നൽകുന്ന ഒരു പ്രത്യേക പാടുണ്ട്. നമ്മുടെ ആരോഗ്യം എന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് എന്നും ചെറുപ്പമായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലൂടെ സുഖകരമായ സന്തോഷകരമായ സംതൃപ്തമായ ജീവിതം, അതാണ് മോർണിംഗ് വാക്കിംഗ്. താങ്ക് യു വള്ളി, താങ്ക് യു. അതാ പറഞ്ഞേ നിർത്ത്. ഞാൻ താങ്ക് യു പറഞ്ഞു. നടനും എന്റെ നായകനുമായ മുന്നി ശിവടാ, എന്താ നിങ്ങൾ പറയാല്ലേ? എന്താ ഇതിനെ കുറിച്ച് പറയാല്ലേ? മാത്രമേ ഇതൊക്കെ സംഘടിപ്പിക്കാൻ കഴിയുള്ളൂ. അല്ലെ? ഇത് അച്ചടക്കത്തോടും ചിട്ടയോടും നടത്താൻ കഴിയുള്ളൂ. അത് എന്ന് ഏറെ തെളിയിച്ചോണ്ടിരിക്കണം. ഈ സംഘടന ഉണ്ടല്ലോ, സംഭവമാണ് സെറ്റല്ലേ? ഞാൻ മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല, എന്നാലും നല്ല കെയറിംഗ് ആണ്. പിന്നെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലേ പോലും അതിന് എല്ലാ സപ്പോർട്ടും ചെയ്യണോ? അല്ലേ? അവരെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മുഖ്യാതിഥി അല്ലേ? സ്വാഗതം അല്ലേ? ഫുൾ ടൈം, എനി ടൈം അല്ലേ? ഓക്കെ, താങ്ക് യു. അടുത്തൊരാളും കൂടി ഉണ്ട് കേട്ടോ, നമുക്ക് ഇവരോട് ചോദിച്ചാ. ഗഫൂർജി ഓടിക്കോളി. 65. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാണ് ഈ ഓട്ടത്തിന്റെ നമുക്ക് ഈ ഓടാൻ കഴിയുന്നതിന്റെ ഇത് മോർണിംഗ് വാക്കിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ്. എനിക്കറിയാം, ഞാനിപ്പോ 2 ആഴ്ച മുമ്പ് ആളോട് യാതൊരു സ്ക്രീനിങ് കൊണ്ട് ഡോക്ടർക്ക് പോയി. അവര് ക്ലാസ് എടുത്തതിന് ശേഷം എന്നോട് പറഞ്ഞു അവരെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പൊന്നിച്ച് കാറ് കയറ്റി എവിടെ നിന്ന് നമ്മളെ വാണിയമ്പലത്ത് ഹരീഷ് ഡോക്ടറെ അടിയുന്നു. ഓക്കെ, എല്ലിന്റെ ഡോക്ടർ. ശരി, എനിക്ക് തോന്നുന്നു ഞാൻ ഈ മോർണിംഗ് വാക്കേജിൽ കൂടിയതുകൊണ്ട് ആണോ? ഇപ്പോഴാണ് അൽഹംദുലില്ലാ ഇതിന് കൂടിയത് കൊണ്ടല്ലേ ആണ്. മെച്ചാണ്. താങ്ക് യു. തീർച്ചയായിട്ടും നമ്മളെ KFC താരം ഇങ്ങനെ ആൾ കടണ്ട്. സഞ്ജുവാൻ എന്താ പറയാല്ലേ?
അതിമനോഹരമായ ഒരു വാണിജ്യം മോർണിംഗ് വാക്കിൻ്റെ പ്രാമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പങ്കാളിയാകുമ്പോഴത്തേൽ വളരെയധികം എത്ര വയസ്സായി നിങ്ങൾക്ക്? എനിക്ക് 61. മാഷാ അല്ലാ 61 വയസ്സായി കണ്ടോ. അപ്പോൾ അക്കം വയസ്സ് വെറും അക്കം മാത്രം ഇല്ല. വാദം പൊന്തിനുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഓടുന്നത് കേട്ടോ. ഇത് ലാസ്റ്റ് ടൈമാണ്. ഹലോ ഗൈസ് ഉണ്ടല്ലേ, ഇതിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കസ്റ്റേരി എന്താ 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ബാക്കി ഫുള്ള് ഫിനിഷിങ് എല്ലാവരും ഫിനിഷ് ചെയ്തു കേട്ടോ. അതെ അതെ. പിന്നെ നമ്മളെന്താ വെച്ചാൽ ബാക്കിൽ സപ്പോർട്ട്. ഞങ്ങൾ ആദ്യം മുമ്പൊക്കെ ഓട്ടം മാത്രമുള്ളായിരുന്നു. ഇപ്പം ഞങ്ങൾ ജിമ്മ് വാശ് വന്നപ്പോൾ ഓട്ടത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് ജിം ട്രെയിനറാണ്, ട്രെയിനും പാടെ. ഇപ്പോൾ ഓട്ടം ഉണ്ട്, പിന്നെ രാവിലെ എക്സസൈസ് 1/2 മണിക്കൂർ. അത് കഠിനമായ എക്സസൈസാണ്. അതിലെല്ലാവരും പങ്കെടുക്കും. ഈ ഏജ് കൂടിയ ആൾ നമ്മളെ കൂടെ ടൂറൊക്കെ പോണ സമയത്ത് ഓടാനും പാട്ട് പാടാനൊക്കെ മെയിനായിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഗൾഫ് കഴിഞ്ഞ് വന്നതിൽ ജോയിൻ ചെയ്തതാണ്. അതിനുശേഷം ഞാൻ ഒരു ദിവസം മിസ്സാകാതെ ഇവരെ കൂടെ ഇൻവോൾവ് ആകുന്നുണ്ട്. പിന്നെ ഇത് 5.5 കിലോമീറ്റർ അവസാനിക്കാൻ പോവുകയാണ്. 5.5 കഴിവ് ഞാൻ ഫുള്ളായിട്ട് ഓടി ഞാൻ പോവുകയാണ്. ഇത് ഈ സംഘടന മരിക്കുന്നത് വരെ തുടരട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞങ്ങൾ എത്തിട്ടോ. അല്ല കറക്റ്റ് ടൈം ഇപ്പോഴാണ്. ഞങ്ങൾ ഗ്രൗണ്ടിൽ ഫിനിഷിങ് ആയിട്ടോ. അപ്പോൾ മാഷിന് എന്തൊക്കെയാ പറയണ്ടത്, പക്ഷെ ആ സമയത്ത് എന്തൊക്കെയാ പറയാൻ അറിയില്ല. പറയും, എന്താ മാഷ പറയല്ലേ? എല്ലാവരും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പിന്നെ വാമ്പും വർക്കൗട്ടും എല്ലാവരും ചെയ്യാം. ആരോഗ്യം കാത്തു സൂക്ഷിക്കാം. എനിക്കതാണ് എല്ലാവരോടും പറയാനുള്ളത്. ഓക്കെ, എല്ലാവരും നല്ലപോലെ വ്യായാമം ചെയ്യാം. അതെ, എല്ലാ ദിവസവും രാവിലെ ഇവിടെ വന്നെങ്ങാണ്ട് 6 മണിക്ക് തുടങ്ങുന്ന വ്യായാമം 8 മണി വരെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല ഉഷാറായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും കിലോമീറ്റർ ഓടാനും യാതൊരു പ്രശ്നങ്ങളില്ലാതെ ഇവിടെ പിന്നെ നിൽക്കാനും പറ്റുന്നത്. എല്ലാവരും 35 വയസ്സിൻ്റെ മുകളിൽ 60, 70, 75 വയസ്സ് വരെയുള്ള ആൾക്കാർ ഈ റണ്ണിങ്ങിൽ ഉണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് ഓടി. സൂപ്പറാണ്. താങ്ക് യു. ലാസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന ആളിതൊക്കെ ഉണ്ടോ? എന്തൊക്കെ പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ പങ്കെടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് കോവിഡിൻ്റെ കാലത്ത് 5+ കഴിഞ്ഞാണ്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ കുറച്ച് ഓടിയത്. എത്ര വയസ്സായി? എനിക്ക് 66 വയസ്സായി. 5 കിലോമീറ്റർ ഓടിയിട്ട് ഫിനിഷിങ് ഇപ്പം എത്തിയാട്ടോ ആള്. കുറച്ച് ടൈം വൈകുന്നാലും മൂപ്പര് 5 കിലോമീറ്റർ ഓടിയിട്ടാണ് ഇവിടെ എത്തിയത്. ഓക്കെ, താങ്ക് യു.